സോ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിങ്കോസ്കി ഇനിക്വാളിറ്റിയുടെ തിയറവും പ്രൂഫും ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കോഷി ഷ്വാർട്സ് ഇനിക്വാളിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് മിങ്കോസ്കി ഇനിക്വാളിറ്റി വരുന്നത്. ഫോർ എനി പോയിന്റ്സ് എ ഈക്വൽ ടു A1 A2 എക്സെട്ര AN ആൻഡ് ബി ഈക്വൽ ടു B1 B2 എക്സെട്ര BN. ഇത് നമുക്കറിയാം Rnലെ പോയിന്റ്സ് ആണ്. അതായത് R ക്രോസ് R ക്രോസ് R ക്രോസ് അങ്ങനെ n ടൈംസ് എടുക്കുമ്പോഴാണ് n നമ്പേഴ്സ് ഉള്ള ഒരു ഓർഡേർഡ് പെയർ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓർഡേർഡ് ടപ്പിൾസ്, n ടപ്പിൾസ് എന്നാണ് അതിനെ പറയുന്നത്. എനിവേ എ ഈക്വൽ ടു A1 A2 എക്സെട്ര AN, ബി ഈക്വൽ ടു B1 B2 എക്സെട്ര BN എന്ന് പറയുന്നത് Rnലെ പോയിന്റ്സ് ആണെങ്കിൽ നോം A പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം A പ്ലസ് നോം ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നോം A പ്ലസ് ബി ഒക്കെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തായിരുന്നു നോം A എന്ന് പറയുന്നത്? സമ്മേഷൻ I ഈക്വൽ ടു 1 to n AI സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 അല്ലെ. ഇവിടെയുള്ള ഓരോ പോയിന്റിന്റെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, മൊത്തത്തിൽ റൂട്ട് എടുക്കുക. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് നോം A പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം A പ്ലസ് നോം ബി ആണ്. സിമ്പിൾ ആണ്. നിങ്ങൾ ഈ സാധനം ചെയ്യുന്നതിന് പകരം ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ സ്ക്വയർ കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ക്വയറിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ സ്ക്വയർ എടുക്കുന്നു. ഇവിടെ നോക്കിയേ, നോം എയുടെ സ്ക്വയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 1/2 അങ്ങ് പോവും. 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ്. ഇത് അപ്പുറത്ത് വന്ന സ്ക്വയർ ആവുമല്ലോ. അപ്പൊ നോം A പ്ലസ് ബിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സമ്മേഷൻ I ഈക്വൽ ടു 1 to n AI പ്ലസ് BI ആണ്. AI പ്ലസ് BIയുടെ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ആ AI പ്ലസ് BI ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. AI സ്ക്വയർ പ്ലസ് BI സ്ക്വയർ പ്ലസ് 2AI BI, A പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു അല്ലെ. ഇനി ഞാൻ സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. സമ്മേഷൻ I ഈക്വൽ ടു 1 to n AI സ്ക്വയർ പ്ലസ് സമ്മേഷൻ I ഈക്വൽ ടു 1 to n BI സ്ക്വയർ പ്ലസ് 2 into summation I equal to 1 to n AI BI. ഇനിയാണ് ഞാൻ കോഷി ഷ്വാർട്സ് ഇനിക്വാളിറ്റി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്താ, മുകളിൽ ഇവിടെയും കോഷി ഷ്വാർട്സ് ഇനിക്വാളിറ്റി എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു കോഷി ഷ്വാർട്സ് ഇനിക്വാളിറ്റി? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനിക്വാളിറ്റി ആണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത്. എന്താണ്? മോഡുലസ് ഓഫ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു നോം ബി ആണ്. കണ്ടോ, എ ഡോട്ട് ബി ആണ് ഇവിടെ കിടക്കുന്നത്. എ ഡോട്ട് ബിയേക്കാൾ ചെറുതാണ് മോഡുലസ് എ ഡോട്ട് ബി, അല്ലെ വലുതാണ് മോഡുലസ് എ ഡോട്ട് ബി. അപ്പൊ ആ മോഡുലസ് എ ഡോട്ട് ബിയേക്കാൾ വലുതാണ് ആര്? നോം എ നോം ബി. അപ്പൊ ഈ പുള്ളിക്കാരന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 2 into നോം എ നോം ബി എന്ന് കൊടുക്കാം. ഇപ്പൊ എന്ത് സംഭവിച്ചു? നോം എ സ്ക്വയർ പ്ലസ് നോം ബി സ്ക്വയർ പ്ലസ് 2 നോം എ നോം ബി, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ഫോം ആയില്ലേ. സോ നോം എ പ്ലസ് നോം ബി ദ ഹോൾ സ്ക്വയർ ആയി അല്ലെ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? നോം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം, ഇതിങ്ങനെയല്ല, നോം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലായി അല്ലെ. അപ്പൊ അപ്പുറം ഇപ്പുറം സ്ക്വയർ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് പറയാം? നോം എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി എന്ന് പറയാം. അങ്ങനെ പറയാനുള്ള റീസൺ ആക്ച്വലി ഇവരെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊരിക്കലും സാറ്റിസ്ഫൈ ആകത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതുവാണെങ്കിൽ -3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2ന്റെ സ്ക്വയർ ആണ്. പക്ഷെ എന്ന് കരുതി -3 ഗ്രേറ്റർ ദാൻ 2 അല്ല അല്ലെ. പക്ഷെ ഇത് തെറ്റാണെങ്കിലും ഇവിടെ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നോം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് നോം എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് Rn എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണെന്നാണ്. ഒരു മെട്രിക് സ്പേസ് ആണ്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോം എ മൈനസ് ബി ആണ്. അതായത് Rn എന്ന് പറയുന്ന nth ഓർഡർ അല്ലെങ്കിൽ n നമ്പേഴ്സ് ഉള്ള ഒരു ഓർഡേർഡ് പെയർ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നോം എ മൈനസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇതൊരു ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഒരു മെട്രിക് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ മെട്രിക്കിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? ഒന്ന്, മെട്രിക് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. നമ്മൾ മെട്രിക് ഡിഫൈൻ ചെയ്തേക്കുന്നത് നോം എ മൈനസ് ബി എന്നാണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ I ഈക്വൽ ടു 1 to n AI മൈനസ് ബി ഐ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. ഇത് 1/2 റേസ് ടു ഇടുമ്പോൾ നമ്മൾ പ്ലസ് ഓർ മൈനസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ് നമ്പർ മാത്രമേ ഉള്ളൂ. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? നോം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് വരും. നോം എക്സ് മൈനസ് വൈയുടെ ഇക്വേഷൻ സമ്മേഷൻ I ഈക്വൽ ടു 1 to n xi മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ആണ് അല്ലെ. ഈ സാധനം 0 ആകണമെങ്കിൽ ഓരോ xi മൈനസ് വൈ യും എന്ത് വരണം? 0 വരണം അല്ലെ. അപ്പൊ ഓരോ xi മൈനസ് വൈ യും 0 വരിക എന്ന് പറഞ്ഞാൽ xi ഈക്വൽ ടു വൈ എന്നല്ലേ. ഓരോ xi നോക്കിയേ, ഇപ്പൊ x ഈക്വൽ ടു x1 x2 എക്സെട്ര xn.
y ഈക്വൽ ടു y1 y2 എക്സെട്ര yn. ഈ ഓരോ x1 x2 y1 y2 ഒക്കെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന എക്സും വൈയും ഈക്വൽ ആണെന്ന് പറയാം. സിമ്പിൾ അല്ലേ ആ പരിപാടി? ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നമുക്ക് കാണിക്കേണ്ടത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ് എന്നാണ് കാണിക്കേണ്ടത് അല്ലെ. അപ്പോൾ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ ആണ്. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് വൈ ഐ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 ആണ്. ഇനി എനിക്ക് ഡി ഓഫ് വൈ എക്സിലോട്ട് എത്തിക്കണമെങ്കിൽ ഞാൻ അവനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ പോരെ? ഒന്ന് തിരിഞ്ഞാലും സ്ക്വയർ എടുക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n വൈ ഐ മൈനസ് എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2. ഇതാരാണ്? ഡി ഓഫ് വൈ എക്സ് ആണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് നോം വൈ മൈനസ് എക്സ് ആണ് അല്ലെ. ആ നോം വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഡി ഓഫ് വൈ എക്സ് ആണ്. മെട്രിക് ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ മെട്രിക്കിന്റെ പ്രോപ്പർട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് പടപടാന്ന് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ആകെ പാടുള്ളത് ലാസ്റ്റത്തെ ഇനിക്വാളിറ്റി കാണിക്കാനാണ്. ഡി ഓഫ് എക്സ് ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഓഫ് വൈ ഇസഡ്. അപ്പൊ ഇത് നമ്മൾ സാധാരണ നമ്മൾ മോഡുലസ് ഉള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് അല്ലെ. ട്രയാങ്കുലർ ഇനിക്വാളിറ്റി എന്തായിരുന്നു? മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നോമിന്റെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ആരുണ്ട്? മിങ്കോസ്കി ഇനിക്വാളിറ്റി ഉണ്ട്. നോം എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി എന്നതാ ഇപ്പൊ അങ്ങോട്ട് പഠിച്ചേ ഉള്ളൂ. അപ്പൊ നമ്മൾ റിയൽ നമ്പേഴ്സിൽ R2 നമ്മൾ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്ത പോലെ, അല്ലെങ്കിൽ റിയൽ നമ്പറിൽ ഡിഫൈൻ ചെയ്തപ്പോൾ അവിടുത്തെ മെട്രിക്കിന്റെ പ്രൂഫ് എടുത്ത് നോക്കിയാൽ മതി. അവിടെ ട്രയാങ്കുലർ ഇനിക്വാലിറ്റി അപ്ലൈ ചെയ്ത പോലെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പഠിക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഐഡിയ കിട്ടും. നോക്കിയേ, നോം എക്സ് മൈനസ് ഇസഡ് ആണ് ഡി ഓഫ് എക്സ് ഇസഡ്. വൈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് മൈനസ് വൈ പ്ലസ് വൈ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇട്ടങ്ങ് സ്പ്ലിറ്റ് ചെയ്യുന്നു. നോക്കിയേ ഇതാണ് എ. നോക്കിയേ, ഈ പറയുന്ന ആളാണ് ഇവിടെ വരെയുള്ള ആള് എ, ഇവിടെ വരെയുള്ള ആള് ബി. അപ്പൊ നോം എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഡി ഓഫ് എക്സ് വൈ, ഇതാണ് ഡി ഓഫ് വൈ സെഡ്. മിങ്കോസ്കി ഇനിക്വാളിറ്റി വെച്ച് ഒറ്റയടിച്ച് കിട്ടും. ട്രയാങ്കുലർ ഇനിക്വാളിറ്റി വെച്ച് ഓൾറെഡി ചെയ്തേക്കോ, നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ ഡി ഓഫ് എക്സ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഓഫ് വൈ സെഡ്. ഇതെന്താണ്? മെട്രിക് ആണ്. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, മെട്രിക് ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മെട്രിക്കുകളുടെ ഡെഫിനിഷൻ ആണ്. ഈ 3 മെട്രിക്കിന്റെ പേര് നമുക്കിനി പല സ്ഥലത്തും ആവശ്യം വരും, നോക്കി വെച്ചേക്കാം. ഒന്നാമത്തെ ആള് ടാക്സിക്യാബ് മെട്രിക് ഫോർ RN. ടാക്സിക്യാബ് മെട്രിക് ഫോർ RN. ഞാനിത് R2 ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കി, R2 ഞാനിപ്പോ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു 1,2, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു സപ്പോസ് 1,1. നമ്മൾ ഇതിന്റെ സാധാരണ ഇതിന്റെ ഡിസ്റ്റൻസ് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? സ്ക്വയർ റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ടാക്സി ക്യാബ് മെട്രിക് ആണ്. നോക്കിയോ, ഇപ്പൊ ഒരു ടാക്സി ഓടിക്കുവാണെങ്കിൽ എപ്പോഴും ഇതേപോലെ വഴി കാണത്തില്ല. ടാക്സിക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ റോഡുകളെ കാണത്തുള്ളൂ അല്ലെ. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ടാക്സി ക്യാബ് മെട്രിക് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പൊ ഇവിടെ 1 ആണെങ്കിൽ ശരിയാവത്തില്ല, ഒരു 0.5 കൊടുക്കാം. 0.5 ആണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 0.5. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് x1 x2 എക്സെട്ര xn y1 y2 എക്സെട്ര yn ആണ് പോയിന്റ്സ് എങ്കിൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് xi മൈനസ് yi. ഓരോ കറസ്പോണ്ടിങ് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിന്റെ മോഡുലസ് എടുത്ത് ആഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇതാണ് x1 x2 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇതാണ് y1 y2 എന്ന് പറയുന്ന ഒരു പോയിന്റ് എങ്കിൽ നോക്കിയേ, x1 മൈനസ് y1 ചെയ്യുക. 1 മൈനസ് 0.5 എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടും. 2 മൈനസ് 1 ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടും. ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് പരിപാടി. എന്തിനാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടാക്സി ക്യാബ് മെട്രിക് എന്ന് എവിടെ കേട്ടാലും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, ഒരാൾ ഇതിലേക്കൂടെ നടന്ന് ഇവിടെ എത്തുന്ന ഒരു ഡിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരണം. അങ്ങനെയാണെങ്കിൽ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നോക്കി വെച്ചേക്കുക. സമ്മേഷൻ i ഈക്വൽ ടു 1 to n മോഡുലസ് xi മൈനസ് yi. അപ്പൊ അതിന്റെ പ്രൂഫ് ഉണ്ട്, ഡി ഡാഷ് എന്നാണ് തന്നെ സൂചിപ്പിക്കുന്നത്. പ്രൂഫ് ഉണ്ട്, ഈ സാധനം എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. മോഡുലസ് ആണ്. ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ xi ഈക്വൽ ടു yi എന്ന് കിട്ടും. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. ഇനി നോക്കിയേ, ഡി ഓഫ് xi എന്ന് പറയുന്നത് ഇതാണ്. മോഡുലസിനകത്ത് ആൾക്കാരെ തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ഡി ഓഫ് വൈ എക്സ് കിട്ടും അല്ലെ. ഇനി ഡി ഡാഷ് ഓഫ് എക്സ് ഇസഡ് എന്ന് പറയുന്നത് മോഡുലസ് xi മൈനസ് ഇസഡ് ഐ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മിങ്കോസ്കി ഇനിക്വാളിറ്റിയിലും മുമ്പ് പറഞ്ഞിട്ടുള്ള ട്രയാങ്കുലർ ഇനിക്വാളിറ്റി വെച്ച് പ്രൂവ് ചെയ്യുന്ന പരിപാടിയിലെല്ലാം ചെയ്യുന്ന പോലെ xi മൈനസ് ഇസഡ് ഐയുടെ ഇടയ്ക്ക് ഒരു മൈനസ് വൈ ഐ പ്ലസ് വൈ ഐ കൊടുക്കും അല്ലെ. ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് സമ്മേഷൻ കൂടി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ഡാഷ് ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഡാഷ് ഓഫ് വൈ സെഡ് കിട്ടും. സ്പ്ലിറ്റ് ചെയ്യുന്ന അവിടെ തൊട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുക.
ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് മാക്സ് മെട്രിക് ആണ്. മാക്സ് മെട്രിക് എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1,2 ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു 5,7 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ യൂഷ്വൽ മെട്രിക് ഡി. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ടാക്സിക്യാബ് മെട്രിക് ഡി ഡാഷ്. ഇനി പറയാനുള്ളത് വരച്ചൊന്നും കാണിക്കാൻ പറ്റാത്ത മാക്സ് മെട്രിക്കിനെ പറ്റിയിട്ടാണ്. അത് നോക്കിയ ടാക്സിക്യാബ് മെട്രിക് പോലെ നമ്മളൊന്ന് വരയ്ക്കും. ഇതാ കണ്ടോ, ഇതാണ് ടാക്സിക്യാബ് മെട്രിക്കിന്റെ വര. ഇനി എന്നിട്ട് നമ്മൾ നോക്കും ഈ ഡിസ്റ്റൻസ് ആണോ കൂടുതൽ അതോ മറ്റേ ഡിസ്റ്റൻസ് ആണോ കൂടുതൽ എന്ന് നോക്കും. കണ്ടോ, ഇതിൽ ഏത് ഡിസ്റ്റൻസ് ആണ് കൂടുതൽ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 - 1 ആണ്, 4 ആണ്. അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? 7 - 2 ആണ്. 7 - 2 എന്ന് പറയുന്നത് 5 ആണ്. ഇതിൽ ആരാണ് വലുത്? 5 ആണ്. സോ ആ 5 ആണ് മാക്സ് മെട്രിക്കിന്റെ ആൻസർ. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. മാക്സ് ആ പേരിൽ തന്നെ ഉണ്ട്, മറന്നു പോകത്തില്ല അല്ലെ. ഡി ഡബിൾ ഡാഷ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡുലസ് എക്സ് ഐ മൈനസ് വൈ ഐ. ഇത് നമ്മൾ 2 കോർഡിനേറ്റ്സ് ഉള്ള എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇവിടെ n കോർഡിനേറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പൊ മാക്സ് മെട്രിക് എന്ന് പറയുന്നത് മോഡുലസ് എക്സ് ഐ മൈനസ് വൈ ഐയുടെ മാക്സിമം ആണ്. സെയിം വന്നാലോ ആ മാക്സിമം വലിയ നമ്പർ, സെയിം ആണെങ്കിൽ ആ നമ്പർ തന്നെ എഴുതി വെക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് മെട്രിക് ആണെന്ന് കാണിക്കണം. ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു ഡിഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് വരച്ച് കാണിച്ചു തന്നിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിനും നെറ്റ് പോലത്തെ എക്സാമുകൾക്കും ഒക്കെ ഈ പറയുന്ന രീതിയിൽ പ്രോബ്ലം ആയിട്ട് ചിന്തിക്കുമ്പോൾ അതൊരു ഇമാജിനേഷൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എക്സ് കോർഡിനേറ്റ് തങ്ങളുള്ള ഡിസ്റ്റൻസ് ആണോ വൈ കോർഡിനേറ്റ് തങ്ങളുള്ള ഡിസ്റ്റൻസ് ആണോ വലുത്, ഏതാണോ വലിയ ഡിസ്റ്റൻസ് അതാണ് മാക്സ് മെട്രിക്കിലെ ഡിസ്റ്റൻസ്. എന്നാൽ ഈ 2 ഡിസ്റ്റൻസുകളുടെ കൂട്ടുന്നതാണ് ഏത്? ടാക്സിക്യാബ്. അപ്പൊ ഏതായിരിക്കും വലുത്? എപ്പോഴും ടാക്സിക്യാബ് ആണ് ഇതിനകത്തുള്ള ഏറ്റവും വലുത്. എനിവേ, ഇത് മെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ മോഡുലസുകൾ എടുക്കുന്നത് ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അത് ഈക്വൽ ടു 0 വന്നാൽ മാക്സിമം ഓഫ് മോഡുലസ് എക്സ് ഐ മൈനസ് വൈ ഐ ഈക്വൽ ടു 0. അതായത് ഈ ഡിസ്റ്റൻസുകൾ എല്ലാം 0 ആയിരിക്കും അല്ലെ. അപ്പൊ മോഡുലസ് എടുത്ത് 0, എല്ലാത്തിന്റെയും 0 വന്നാലേ മാക്സിമം 0 വരത്തുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും 0 തന്നെ ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു വൈ കിട്ടും. ഇനി ഡി ഡബിൾ ഡാഷ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ് ആയിരിക്കും. ഡി ഡബിൾ ഡാഷ് ഓഫ് വൈ എക്സ് ആയിരിക്കും. ഞാനത് എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതാം നമുക്ക്? മാക്സിമം ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ഫ്രം ഐ ഈക്വൽ ടു 1 to n എന്ന് പറയുന്നത് മാക്സിമം ഓഫ് വൈ ഐ മൈനസ് എക്സ് ഐ ഫ്രം ഐ ഈക്വൽ ടു 1 to n തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും ആ മാക്സിമം എന്ന് പറയുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റും അല്ലെ. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഡബിൾ ഡാഷ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഡബിൾ ഡാഷ് ഓഫ് വൈ എക്സ് തന്നെയാണ്. ഇത് മാത്രമാണ് നിങ്ങൾക്കൊന്ന് പ്രൂവ് ചെയ്യേണ്ടി വരുന്നത്. ഇതും ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി വെച്ചാണ്. മാക്സിമം ഓഫ് മോഡുലസ് എക്സ് ഐ മൈനസ് ഇസഡ് ഐ ഫ്രം ഐ ഈക്വൽ ടു 1 to n മൈനസ് വൈ ഐ പ്ലസ് വൈ ഐ കൊടുക്കുന്നു. ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നു. മാക്സിമം സ്പ്ലിറ്റ് ചെയ്യുന്നു. മാക്സിമം ഓഫ് മോഡ് എക്സ് ഐ മൈനസ് വൈ ഐ ഫ്രം ഐ ഈക്വൽ ടു 1 to n മാക്സിമം ഓഫ് മോഡ് വൈ ഐ മൈനസ് ഇസഡ് ഐ ഫ്രം ഐ ഈക്വൽ ടു 1 to n. ഇത് ഡി ഡബിൾ ഡാഷ് ഓഫ് എക്സ് വൈ ആണ്. ഇത് ഡി ഡബിൾ ഡാഷ് ഓഫ് വൈ എക്സ് ആണ്. ചുമ്മാ ഒരു നൊട്ടേഷൻ ആയിട്ട് ഡി ഡബിൾ ഡാഷ് കൊടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടല്ലോ. ഡി എന്ന് പറഞ്ഞാൽ യൂഷ്വൽ മെട്രിക് ആണ്. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ടാക്സിക്യാബ് ആണ്. ഡി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ മാക്സ് ആണ്. ചുമ്മാ നൊട്ടേഷൻ മാറ്റി കൊടുത്തതേ ഉള്ളൂ. യൂഷ്വൽ മെട്രിക് ആണ് എപ്പോഴും വരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലത്തിൽ വരാറുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനമാണ് ഡിസ്ക്രീറ്റ് മെട്രിക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിയൽ നമ്പേഴ്സിലെ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഓൾറെഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് റിയൽ നമ്പേഴ്സിൽ ഓൾറെഡി മോഡുലസ് വെച്ചിട്ട് റിയൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പേപ്പർ മുഴുവനായിട്ടും പഠിച്ചു. കോംപ്ലക്സ് നമ്പറിൽ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്തു, അതിന്റെയും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പൊ നമ്മൾ പല സെറ്റുകളിൽ മെട്രിക്കുകൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ സെറ്റ് തന്നെ പല മെട്രിക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇപ്പൊ നമുക്ക് ആറിനകത്ത് തന്നെ യൂഷ്വൽ മെട്രിക് ഉണ്ട്, ടാക്സിക്യാബ് മെട്രിക് ഉണ്ട്, മാക്സ് മെട്രിക് ഉണ്ട്. Rnൽ തന്നെ യൂഷ്വൽ മെട്രിക് ഉണ്ട്. Rnലെ യൂഷ്വൽ മെട്രിക് ആണ് നോം എ മൈനസ് ബി അല്ലെ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ പല മെട്രിക്കുകൾ കിട്ടും. പക്ഷെ ഇനി ചോദ്യം, ആറും Rnഉം കോംപ്ലക്സ് നമ്പറും എല്ലാം പോട്ടെ, ഞാൻ ജനറൽ ആയിട്ട് എക്സ് എന്ന് പറയുന്ന ഏതോ ഒരു സെറ്റ് എടുത്തു. എക്സ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി സെറ്റ് ആണെങ്കിൽ അവിടെ ഞാൻ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാൻ പോവുക. അതായത് എലമെന്റ്സിന് എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും ഉണ്ടാകാം. എലമെന്റ്സ് നെഗറ്റീവ് ആകാം, എലമെന്റ്സ് പോസിറ്റീവ് ആകാം, റിയൽ ആകാം, കോംപ്ലക്സ് ആകാം. ചിലപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച പോലെ ഇസഡ് ടു ഓർമ്മയുണ്ടോ? സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് മോഡുലോ 2 അല്ലെ. ആ രീതിയിൽ ഏത് വേണമെങ്കിലും ആകാം. അവിടെ നമ്മൾക്ക് എങ്ങനെ മെട്രിക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ആ മെട്രിക് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു വൈ, 1 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. രണ്ട് ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ കഥ പറയുന്ന പോലെ എക്സ് പ്ലസ് വൈയോ മോഡുലസ് എക്സ് മൈനസ് വൈയോ അങ്ങനൊന്നും ഇല്ല. ആകെ രണ്ട് ആൾക്കാരേ ഉള്ളൂ.
ഒന്നുകിൽ ആ ഡിസ്റ്റൻസ് 0 ആയിരിക്കും എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് 1 ആയിരിക്കും. ഇപ്പൊ റിയൽ നമ്പറിന്റെ കേസിൽ ഈ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്താൽ 1,1 2,2 ഉണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് 1 ആയിരിക്കും. ഇനി ഇവിടെ ഒരു 0.5,7 എഴുതിയാൽ ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. ഈക്വൽ അല്ലാത്ത പോയിന്റ്സിന്റെ എല്ലാ ഡിസ്റ്റൻസ് 1 ആണ്. അത് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുക. നമ്മൾ മുമ്പ് പഠിച്ച ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കരുത്. ഇവിടെ നമ്മൾ ചുമ്മാ ഡിസ്റ്റൻസ് ആകാനുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദൂരമാണെങ്കിൽ അത് യൂഷ്വൽ മെട്രിക്ക് മാത്രമേ വരത്തുള്ളൂ. എനിവേ ഡിസ്റ്റൻസ് ആവാനുള്ള പ്രോപ്പർട്ടി ഉണ്ടോ? ആകെ 2 ഉത്തരം മാത്രമേ ഉള്ളൂ. അത് രണ്ടും 0-നേക്കാൾ വലുതാണ്. 0 0-നേക്കാൾ വലുതുമാണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ് ആണ്. കാരണം എന്താണ്? എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ആണ്, ആൻസർ 0 വരും. എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ വൈ നോട്ട് ഈക്വൽ ടു എക്സ് ആണ്, ആൻസർ 1 വരും. ഡി ഓഫ് എക്സ് വൈ ചെയ്താലും വൈ എക്സ് ചെയ്താലും ഒരേ ഉത്തരം തന്നെ കിട്ടും. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0, ഇത് നമ്മൾ ഓൾറെഡി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു കേസിൽ നോക്കാം. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ പിന്നീട് ഒന്ന് പറയാം, ഡിഫൈൻ ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് റോ ഓഫ് എഫ് ജി, രണ്ട് ഫംഗ്ഷൻസിന്റെ, ഇത് കണ്ടിന്യൂസ് ഓഫ് ക്ലോസ് ഇന്റർവൽ എ ബി എന്നാണ്. ക്ലോസ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ഡെഫിനേഷൻ ആണ് സി ഓഫ് എ ബി എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻസിന്റെ ഒരു മെട്രിക് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, ഇന്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഇത് മെട്രിക് ആണോ എന്ന് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇത് മെട്രിക് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന സാധനം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കാണിക്കണം, അല്ലെ? ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കാണിക്കാനുള്ള വഴി നിങ്ങൾ നോക്കുക. നമുക്കറിയാം അല്ലെ, മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മോഡുലസ്. ഞാൻ ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തു. നമുക്ക് ഓൾറെഡി അറിയേണ്ട, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. മോഡുലസ് ഓഫ് ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ പർട്ടിക്കുലർ ഇന്റഗ്രൽ മോഡുലസ് അകത്ത് കൊടുക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഓൾറെഡി അറിയാം മോഡുലസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഈ പറയുന്ന മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അല്ലെ? ഈ സാധനം തന്നെ 0-നേക്കാൾ വലുതാണ്. ഇപ്പൊ ഇവിടെ ഞാൻ 0 കൊടുത്ത് ആലോചിക്കുക, ഈ സാധനം തന്നെ 0-നേക്കാൾ വലുതാണ്. അപ്പൊ ഇത് ഉറപ്പായിട്ടും 0-നേക്കാൾ വലുതായല്ലേ പറ്റൂ. ഇപ്പൊ ഇന്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സിനേക്കാൾ ചെറുതാണ് ഇത്, അതിനേക്കാൾ ചെറുതാണ് 0. അപ്പൊ എന്തായാലും ഇത് 0-യേക്കാൾ വലുതായിരിക്കും, അല്ലെ? ഇനി റോ എഫ് ജി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, ഈ അകത്ത് കിടക്കുന്ന സാധനം 0 ആയാലേ ഇന്റഗ്രൽ 0 ആവും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് കിട്ടും. സോ റോ ഓഫ് എഫ് ജി ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഈക്വൽ ടു ജി ആണ്. നമുക്ക് കാണിക്കേണ്ട പ്രോപ്പർട്ടീസ് തന്നെ. മെട്രിക് സ്പേസ് കൃത്യമായിട്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. അടുത്ത റോ എഫ് ജി ഈസ് ഈക്വൽ ടു റോ ജി എഫ് എന്ന് കാണിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ് എന്ന് കാണിക്കണ്ടേ? അത് തന്നെ ചെയ്യുന്നത്. റോ എഫ് ജി ഈസ് ഈക്വൽ ടു റോ ജി എഫ് എന്ന് കാണിക്കണം. മോഡുലസിന്റെ ഇടയ്ക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, അല്ലെ? ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക. ഇനി അടുത്ത നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഡി ഓഫ് എക്സ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഓഫ് വൈ ഇസഡ് സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ എഫിലും എച്ചിലും കാണിക്കാൻ പോവുക. റോ ഓഫ് എഫ് എച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ഓഫ് എഫ് ജി പ്ലസ് ജി എച്ച്. പഴയ പരിപാടി തന്നെ. എന്താണ്? ട്രയാങ്കുലർ ഇനിക്വാളിറ്റി കിട്ടാൻ വേണ്ടി മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കൊടുക്കുന്നു, ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു. ഇതാണ് എ. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ഇന്റഗ്രലും അപ്പുറം ഇപ്പുറം കൊടുത്താൽ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും റോ ഓഫ് എഫ് ജി പ്ലസ് റോ ഓഫ് ജി എച്ച് എന്ന് കിട്ടും. അപ്പൊ എന്താണ്? ഈ പറയുന്ന ക്ലോസ് ഇന്റർവൽ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിലും ഈ പറയുന്ന ആള് മെട്രിക് ആണ്. അപ്പൊ ഇതേപോലെ ഒന്നുകൂടി ചെയ്യാം. എന്താ? റോ ഡാഷ് ഓഫ് എഫ് ജി ഈക്വൽ ടു റോ ഡാഷ് മീൻസ് ഡെറിവേറ്റീവ് അല്ല കേട്ടോ, വേറൊരു ഡിസ്റ്റൻസ് ആണ്. സുപ്രീമം ഓഫ് മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. അപ്പൊ ഇത് നിങ്ങൾ മെട്രിക് ആണെന്നൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇതേ പരിപാടികൾ തന്നെ. ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, സാധനം തിരിച്ചിട്ട് കൊടുക്കുമ്പം ഈക്വൽ ടു റോ ജി എഫ് എന്നായി. പിന്നെ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈക്വൽ ആണെന്ന് കിട്ടും. ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ഇനിക്വാളിറ്റിയും കിട്ടും. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഒരു ഡെഫിനിഷൻ ആണ്. എന്താണ് ബൗണ്ടഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ? എക്സ് ഡി ബി എ മെട്രിക് സ്പേസ് ആൻഡ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് എക്സ് ഇഫ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ എക്സ് y belongs to A has an upper bound, then A is called bounded set. ഈ ഡിസ്റ്റൻസുകളെല്ലാം നമ്മൾ സെറ്റ് ആക്കി എഴുതി, എല്ലാ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു സെറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ബൗണ്ടഡ് ആണെങ്കിൽ സെറ്റ് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും.
സെറ്റ് അല്ല, മെട്രിക് സ്പേസ് ബൗണ്ടഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ റിയൽ നമ്പേഴ്സ് എഴുതി. റിയൽ നമ്പേഴ്സിന് -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട്. അവിടുത്തെ ഡിസ്റ്റൻസ് ഒരിക്കലും ബൗണ്ടഡ് അല്ല, ഇൻഫിനിറ്റ്ലി ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊരിക്കലും എന്തല്ല, ബൗണ്ടഡ് സെറ്റ് അല്ല. ഇനി ഞാനിപ്പോ ഓപ്പൺ ഇന്റർവൽ 1 2 ഡിഫൈൻ ചെയ്യുന്നു. ഈ പറയുന്ന ഇങ്ങേ അറ്റത്തെ പോയിന്റും ഈ പറയുന്ന അങ്ങേ അറ്റത്തെ പോയിന്റും തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് 1 വരത്തുള്ളൂ. അതിനപ്പുറം ഡിസ്റ്റൻസ് ഒരിക്കലും പോകത്തില്ല അല്ലെ. അതുകൊണ്ട് അതെന്താണ്, ബൗണ്ടഡ് സെറ്റ് ആണ്. ബൗണ്ടഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്താണ് ഡയമീറ്റർ? ഈ പറയുന്ന ഡിസ്റ്റൻസുകൾക്ക് ഒരു സുപ്രീമം ഉണ്ടെങ്കിൽ, ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരാൾക്ക് ഒരു സെറ്റിന് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിനൊരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സുപ്രീമം ഉണ്ടായിരിക്കും. ആ സുപ്രീമത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയമീറ്റർ ഓഫ് എ അല്ലെങ്കിൽ ഡി ഓഫ് എ എന്ന് വിളിക്കുന്നത്. സോ സുപ്രീമം ഓഫ് അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് ഓഫ് ഓൾ ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു എ. ആ ഡിസ്റ്റൻസുകളുടെ സുപ്രീമത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. എം ടി സെറ്റിന്റെ ഡയമീറ്റർ 0 ആണ്. ആ എം ടി സെറ്റിൽ പോയിന്റേ ഇല്ല, അപ്പൊ ആ പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസേ ഇല്ല. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്താണ്, 0 ആണ്. നെക്സ്റ്റ് എക്സ് ഡി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ബൗണ്ടഡ് മെട്രിക് സ്പേസ് എന്ന് വിളിക്കും. അപ്പൊ ഒരു സെറ്റിന്റെ ബൗണ്ടർ നമ്മൾ സുപ്രീമം കണ്ടുപിടിക്കാൻ പോവുക, ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡയമീറ്ററിനെ ഡി എന്നാണ് സൂചിപ്പിക്കുന്നത്. എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x1, x2 x1, x2 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xi ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് x1ന്റെയും x2ന്റെയും മിനിമം 0യും മാക്സിമം 1ഉം ആണ്. അത് നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഒരു സ്ക്വയർ കിട്ടും കണ്ടോ. x1 എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ പോവാം, x2 എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ പോവാം. അപ്പൊ മാക്സിമം എന്ത് വരും, ഒരു സ്ക്വയർ ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ. 0 മുതൽ 1 വരെ, ഇത് 1,1 അല്ലേ. x1ന്റെ മാക്സിമം 1, x2ന്റെ മാക്സിമം 1. ഇനി ഇത് 0,0 മിനിമം 0. അപ്പൊ ഇവിടെ 1,0 കാണും, ഇവിടെ 0,1 കാണും. ക്ലിയർ അല്ലേ. ഇനി ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ മാക്സിമം ഡിസ്റ്റൻസ്. അപ്പൊ യൂഷ്വൽ മെട്രിക് ഡി ആണെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 0 മൈനസ് 1 സ്ക്വയർ പ്ലസ് 0 മൈനസ് 1 സ്ക്വയർ എന്നിവയെ നിങ്ങൾക്ക് ഇത് √2 ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയറിന്റെ ഡിസ്റ്റൻസ് √2 ആണെന്ന് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇനി ടാക്സിക്കാബ് മെട്രിക് ആണെങ്കിൽ ഡെഫിനിഷൻ സമ്മേഷൻ മോഡുലസ് xi മൈനസ് yi ആണ്. അതായത് സമ്മേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് എഴുതാം, x1 മൈനസ് y1 പ്ലസ് x2 മൈനസ് y2 ആണ്. നിങ്ങൾ നോക്കിയേ, ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ്സ് തമ്മിലുള്ള എക്സ് കോർഡിനേറ്റുകളുടെ ഡിസ്റ്റൻസിൽ വലുത് ഏതായിരിക്കും, എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് 1 ആണ്. സോ 1. വൈ കോർഡിനേറ്റുകൾ തമ്മിൽ ഈ x2 മൈനസ് y2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോർഡിനേറ്റ് ഇതാണ്, ഇതുണ്ടോ, ഇതാണ് പോയിന്റ്. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ ഇതാണ് എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് വൈ കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ വൈ കോർഡിനേറ്റിന്റെ മാക്സിമം ഡിസ്റ്റൻസ് എത്ര തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. സോ 1 + 1 2 ആണ്. ഇനി മാക്സിമെട്രിക് എന്ന് പറയുമ്പോൾ മോഡുലസ് xi മൈനസ് yiയുടെ മാക്സിമം, അതായത് ഇതിന്റെ മാക്സിമം 1 ആണ്, ഇതിന്റെ മാക്സിമം 1 ആണ്. സോ മാക്സിമെട്രിക്കിന്റെ മാക്സിമം എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. സോ ഡയമീറ്റർ വന്നില്ല മാക്സിമം വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, വരച്ചപ്പോൾ നമുക്ക് എത്ര പെട്ടെന്നായി ഐഡിയ കിട്ടുന്ന അറിയാവോ. പിന്നെ ഡിസ്ക്രീറ്റ് മെട്രിക്കിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ, ഡിസ്ക്രീറ്റ് മെട്രിക് ഡിഫൈൻ ചെയ്തേക്കുന്ന ആകെ 2 പോയിന്റേ ഉള്ളൂ, 0യും 1ഉം. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ 0, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ 1. അപ്പൊ ഇവിടുത്തെ മാക്സിമം എപ്പോഴും എത്ര ആയിരിക്കും, 1 ആയിരിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് എക്സ് ഡി എന്ന് പറയുന്നത്, എക്സ് എന്ന് പറഞ്ഞാൽ ആ എക്സ് ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സെറ്റ് വിത്ത് മെട്രിക്, അതിനാണ് മെട്രിക് സ്പേസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അതിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ക്യാപിറ്റൽ എക്സ് ഞാൻ എടുത്തു. സോറി, എ എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എക്സ്, എക്സിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് എയും. അടുത്തത് എക്സ് സ്മാൾ എക്സ് ക്യാപിറ്റൽ എക്സിൽ ഒരു പോയിന്റും ആണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എക്സ് എ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു എ. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കിയേ, ഇതാണ് എക്സ് എന്ന് പറയുന്ന ഫുൾ സെറ്റ്, അതിനകത്ത് ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഇതൊരു പർട്ടിക്കുലർ പോയിന്റ് എക്സ്. ആ എക്സില് ഈ പോയിന്റിലോട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ഈ പോയിന്റിലോട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ കിടക്കുന്ന ഈ പോയിന്റിലോട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്. എക്കകത്ത് മൊത്തം പോയിന്റ്സ് ആണല്ലോ, ഇതിലോട്ടും ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഡിസ്റ്റൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിലെ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഏതാണ്, അതിലെ ഏറ്റവും ചെറിയാണ് കറക്റ്റ് ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് എ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പോയിന്റും ഒരു സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എല്ലാ പോയിന്റ്സുകളും നമ്മൾ ഡിസ്റ്റൻസ് ആലോചിച്ച് നോക്കും. അത് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആരാണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു എ. ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു വെച്ചേക്കണേ. നമ്മൾ കൺസെപ്റ്റ് പറയുമ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണം, കൂടെ എന്തും അറിയാതിരിക്കണം, ഡെഫിനിഷനും അറിയാതിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എക്സ് എ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു എ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ.